ഒരു സ്ഥാനവും ഒരു ഘട്ടത്തിലും ഞാൻ CPIM നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാ സ്ഥാനവും എന്നെ തേടി വന്നിട്ടുള്ളതാണ്. അവർ അതിന് പറ്റുമെന്ന് കണ്ട് നിയോഗിക്കപ്പെട്ടാണ്. ഒരു സാധാരണ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ആ നിലയിൽ ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എനിക്ക് അതിന് പ്രാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് CPM വിവിധ ചുമതലകൾ എനിക്ക് നൽകിയിട്ടുള്ളത്. ആ വിശ്വാസമാണ് എനിക്ക്. അല്ല, ഇടക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബ്രാഞ്ച് സെക്രട്ടറി മാറി ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയതാണ്. പിന്നീട് ഈ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. മോഹനൻ മാഷ് വഹിക്കുന്ന സ്ഥാനം എന്താണ്? CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. CPMനെ സംബന്ധിച്ച് എല്ലാ ആളുകളും ഇങ്ങനെ സംസാരിച്ചു കൊള്ളണമെന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ അത് CPIMൻ്റെ ജില്ലാ നിലപാടാണ്. ലൈറ്റ് ആക്കുന്നതല്ലല്ലോ, നിലപാട് എന്ത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്തർലീനമായിട്ടുള്ള നിലപാടാണ് പുറത്തേക്ക് ആദ്യം വന്നിട്ടുള്ളത്. എങ്ങനെ നിലപാടതല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സാമൂഹിക സമ്മർദ്ദവും സാഹചര്യം കൊണ്ടല്ലേ, ആളുകളെ പ്രഷർ വന്നതുകൊണ്ടല്ലേ. ആ നിലപാട് അല്ല. ന്യൂനപക്ഷങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും മേഖലകളിൽ അധികം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം ന്യൂനപക്ഷങ്ങളെ സംശയത്തിൽ നിർത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് യാതൊരു ആലോചനയും നടത്താൻ പാടുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാവൊക്കെ നിലപാട് സ്വീകരിക്കുന്നത് അത് സമൂഹത്തിൽ എത്ര കണ്ട് ഇംപ്ലിമെൻ്റ് ആവും എന്നുള്ള നിലയിലാണ്. അതങ്ങ് ഷൂട്ടാകുമായിരുന്നെങ്കിൽ, അതിൻ്റെ ഏറ്റുപിടിച്ച് മറ്റ് പൊതുസമൂഹമൊക്കെ ആയിരുന്നെങ്കിൽ അതായിരുന്നു നിലനിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റായി മാറി. അത് തിരുത്താൻ മോഹൻ മാഷ് പോകില്ലായിരുന്നു. എന്നാൽ സാമൂഹിക സമ്മർദ്ദം വന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരുത്തപ്പെട്ടതാണ്. തിരുത്താതെ നിൽക്കാൻ കഴിയില്ല. പൊതുസമൂഹം, നിങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ സമ്മർദ്ദം നിങ്ങൾ കണ്ടില്ലായിരുന്നു? കോൺഗ്രസ്സിലെ അങ്ങനെ എനിക്ക് ഒരു ബോധ്യമല്ല. CPM അക്കാര്യത്തിൽ കോഴിക്കോട് സാഹചര്യം വിലയിരുത്തിയിട്ടൊന്നും പറയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അങ്ങനെ ഇവിടെ ജനങ്ങളത് അംഗീകരിക്കില്ല എന്ന് CPMന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവർ തിരുത്തിയതായിട്ട്. മാഷ വിഷയം ആരൊറ്റപ്പെട്ടു എന്ന്? ഇല്ലല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. അത് മോഹനൻ മാഷ് ഒരു സ്പോക്സ്മാൻ മാത്രമാണ് ആ ജില്ലാ നിലപാട്. ഇത് ഇവിടെ പ്രാവർത്തികമാകുമായിരുന്നെങ്കിൽ അതാണ് CPIMൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാടാകുക. പക്ഷേ കോഴിക്കോട്ടെ ജനങ്ങളും കേരളവും പൊതുവേയും ആ നിലപാടിനോട് യോജിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് CPIMന് അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും CPIMൻ്റെ ഈ കാര്യത്തിൽ ആദ്യത്തെ നിലപാട് അത് തന്നെയാണ്. പിന്നെ തിരുത്താൻ നിങ്ങൾ കാണാറില്ല ഓരോരോ വിഷയങ്ങൾ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറകോട്ട് പോകുന്നത് എന്താണ്? നിലപാട് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന് കാർഡ് ഇറക്കി നോക്കി, നടന്നില്ല എന്നുണ്ടപ്പോൾ പിൻവലിക്കുകയാണ്. ഒരു സ്ഥാനം കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടന വിഭാവന കോൺഗ്രസ് വലിയ പ്രസ്ഥാനമാണ്. കോൺഗ്രസിൻ്റെ കൂടെ അല്ലേ CPIM ഉള്ളത്. ദേശീയ നിലപാടെടുക്കും. CPMന് കോൺഗ്രസ് നിന്ന് വിട്ടുപോകുന്ന നിലപാടെടുക്കാൻ പറ്റുമോ? ഞാനത് ഡയറക്റ്റായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് വലിയൊരു പ്രസ്ഥാനമാണ്, ജനാധിപത്യ പ്രസ്ഥാനമാണ്. അത് ഇതിൻ്റെ പിറകോട്ട് പോകുമ്പോൾ CPIM ഇത്തരം വിഷയത്തോട് എന്ത് സമീപനം എടുത്തുന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുക. കാഫിർ പ്രയോഗം നമ്മൾ വടകര ലോകസഭാ മണ്ഡലത്തിൽ കണ്ടല്ലോ. അതേപോലെ പാലക്കാട് ലോകസഭാ മണ്ഡലം വർഗീയതയോട് അതേ എന്ത് സമീപനം CPM എടുക്കുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. യാതൊരു കേരളീയ സമൂഹത്തെ മുന്നിൽ കാണാതെ നൈമിഷികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അത്തരം നിലപാട് വരുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നു. ആശങ്കൻ്റെ ഒരു നേരിട്ട് CPM ഉപേക്ഷിച്ച് വരാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളുന്നില്ല. പക്ഷേ CPIMൽ അമർഷമുള്ള ഒരുപാട് ആളുകളുണ്ട്. യെസ്, നിരന്തരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷയത്തിൻ്റെ പുറത്തല്ല, അത് പുറത്താവുന്നെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എടുക്കാനൊരു കാരണം ആയി. ഇനിയും ഇതിൽ തുടരുന്നത് കൂടുതൽ എന്താവും, അപകടകരമാവും എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും ഉണ്ടാവില്ലോ, ഉണ്ട്, എനിക്ക് തന്നെ അറിയാം.